എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയുടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2025 ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? നീൽ മോഹൻ. യൂട്യൂബ് CEO ആയ നീൽ മോഹനാണ് 2025 ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? സ്ട്രൈപ്സ് എന്ന ആപ്പാണ് സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ്. 2025 നാവിക ദിനാഘോഷം എവിടെയാണ് നടന്നത്? ശംഖുമുഖം. തിരുവനന്തപുരത്തെ ശംഖുമുഖത്തായിരുന്നു 2025 നാവിക ദിനാഘോഷം നടന്നത്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ പരിശോധനകളിൽ വീണ്ടും കണ്ടെത്തിയ നിരോധിത വ്യാവസായിക മഞ്ഞച്ചായം ഒറാമൈൻ ഒ എന്ന മഞ്ഞച്ചായമാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ പരിശോധനകളിൽ വീണ്ടും കണ്ടെത്തിയ നിരോധിത വ്യാവസായിക മഞ്ഞച്ചായം. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NCRRI എവിടെയാണ് സ്ഥാപിതമായത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ 2025-26 വർഷത്തെ 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയായ സംസ്ഥാനം അസമാണ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയായത്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ സർവീസസ് കേരളത്തെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കലാമണ്ഡലം ഗോപിക്കാണ് 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത്. 2025 മാർഗി സതി പുരസ്കാരത്തിന് അർഹയായ ഭരതനാട്യം നർത്തകി ആരാണ്? ചിത്ര വിശ്വേശ്വരനാണ് 2025 മാർഗി സതി പുരസ്കാരത്തിന് അർഹയായ ഭരതനാട്യം നർത്തകി. 2025 പുരുഷ ലോക അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അർമാൻഡ് മോണ്ടോ ഡുപ്ലാന്റിസ്. സ്വീഡന്റെ പോൾ വോൾട്ട് താരമായ അർമാൻഡ് മോണ്ടോ ഡുപ്ലാന്റിസ് ആണ് 2025 പുരുഷ ലോക അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. 2025 വനിതാ ലോക അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സിഡ്നി മക്ലോഫ്ലിൻ ലെവറോൺ. USA ട്രാക്ക് താരമായ സിഡ്നി മക്ലോഫ്ലിൻ ലെവറോൺ ആണ് 2025 വനിതാ ലോക അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് നിലവിൽ വന്നത്? വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. 2025 ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ IITF പൊതുജന സമ്പർക്കത്തിനും ആശയവിനിമയത്തിനും സ്വർണ്ണ സമ്മാനം നേടിയ സംഘടന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. 2025 IITF ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പൊതുജന സമ്പർക്കത്തിനും ആശയവിനിമയത്തിനും സ്വർണ്ണ സമ്മാനം നേടിയത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം ഏതാണ്? സമുദ്രയാൻ എന്ന ദൗത്യമാണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം.
IMFന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം ഏതാണ്? UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഇന്ത്യയുടെ UPI സിസ്റ്റമാണ് IMFന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലേർപ്പെട്ട ടെലികോം കമ്പനി റിലയൻസ് ജിയോയാണ്. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലേർപ്പെട്ട ടെലികോം കമ്പനി. സാമ്പത്തിക കാരണങ്ങളാൽ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിശീലനം നൽകാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതി സാഥി, സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാംസ്. സാഥി എന്ന പദ്ധതിയാണ് സാമ്പത്തിക കാരണങ്ങളാൽ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിശീലനം നൽകാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതി. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ നൂർ ഇനായത്ത് ഖാനാണ്. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ. അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന DRDOയാണ്. അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങളിൽ നിന്നും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന. വാട്ടർ പോസിറ്റീവായി സാക്ഷ്യപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഉയർന്ന ശേഷിയുള്ള ഹൈ കപ്പാസിറ്റിയുള്ള വിമാനത്താവളമായി മാറിയത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് വാട്ടർ പോസിറ്റീവായി സാക്ഷ്യപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഉയർന്ന ശേഷിയുള്ള ഹൈ കപ്പാസിറ്റി വിമാനത്താവളമായി മാറിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡർ. 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെന്റ് അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? രോഹിത് ശർമ്മ. 2026 ICC പുരുഷ 2020 ലോകകപ്പിൻ്റെ ടൂർണമെന്റ് അംബാസഡറായി തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയെയാണ്. കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തങ്ങൾക്ക് നൽകിയത്? വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ. കേരളത്തിലെ വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ എന്നീ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തങ്ങൾക്ക് നൽകിയത്. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ താരാപഥത്തിന് നൽകിയ പേര് അളകനന്ദ. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ താരാപഥത്തിന് നൽകിയ പേര് അളകനന്ദ എന്നാണ്. ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള ഇന്ത്യയിലെ ഒരു സാമൂഹിക പദ്ധതി PM ജൻമൻ, പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. PM ജൻമനാണ് ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള ഇന്ത്യയിലെ ഒരു സാമൂഹിക പദ്ധതി. 2025 മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രം മഹാവതാർ നരസിംഹ എന്ന ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രമാണ് 2025 മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിധമനാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി.
2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായി മാറിയത് ആരാണ്? ലുവാന ലോപ്പസ് ലാറ. ലുവാന ലോപ്പസ് ലാറയാണ് 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായി മാറിയത്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC ചെയർമാനായി നിയമിതനായത് ആരാണ്? വിവേക് ചതുർവേദി. വിവേക് ചതുർവേദിയാണ് CBICയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാനായി നിയമിതനായത്. ഫിഫ ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപാണ് ഫിഫ ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ച വ്യക്തി. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ 2026 SIR 2026 ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റൈസ് ചെയ്ത ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026 ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റൈസ് ചെയ്ത ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ഡിജിറ്റൽ സേവന നിയമം ഡിജിറ്റൽ സർവീസസ് ആക്ട് പ്രകാരമുള്ള ആദ്യ പിഴശിക്ഷ ലഭിച്ച സാമൂഹിക മാധ്യമം ഏതാണ്? എക്സ് എന്ന സാമൂഹിക മാധ്യമമാണ് ഡിജിറ്റൽ സേവന നിയമം പ്രകാരമുള്ള ആദ്യ പിഴശിക്ഷ ലഭിച്ച സാമൂഹിക മാധ്യമം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? വാരാണസി. ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി സുപ്രിയ സാഹു. സുപ്രിയ സാഹുവാണ് 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി. 2026 സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. കർണാടകയാണ് 2026 സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇന്ത്യ നയിക്കുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ IBCAയിൽ ചേർന്ന ഏറ്റവും പുതിയ പ്രധാന രാജ്യം റഷ്യ. ഇന്ത്യ നയിക്കുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ചേർന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട രാജ്യം റഷ്യയാണ്. 2025 RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉഷ ജാനകിരാമൻ. ഉഷ ജാനകിരാമനാണ് 2025 RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത്. ഇന്ത്യൻ ആർമി അരുണാചൽ പ്രദേശിലെ ദിരാങ്ങിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏതാണ്? റേഡിയോ ദിരാങ് 88.4 FM. റേഡിയോ ദിരാങ് ആണ് ഇന്ത്യൻ ആർമി അരുണാചൽ പ്രദേശിലെ ദിരാങ്ങിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ. ഡൊണാൾഡ് ട്രംപ് അവന്യൂ, രത്തൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകളിൽ പ്രധാന റോഡുകളുടെയും ജംഗ്ഷനുകളുടെയും പേര് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച നഗരം ഹൈദരാബാദ്. ഡൊണാൾഡ് ട്രംപ് അവന്യൂ, രത്തൻ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകളിൽ പ്രധാന റോഡുകളുടെയും ജംഗ്ഷനുകളുടെയും പേര് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച നഗരം ഹൈദരാബാദാണ്. ഒറ്റത്തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? PP ചൗധരി. ഒറ്റത്തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ PP ചൗധരിയാണ്. 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അമൃത കേളകം. അമൃത കേളകമാണ് 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത്. 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് FC ഗോവ. FC ഗോവ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച് 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടി. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വേണ്ടി മൊബിലിറ്റി അസിസ്റ്റ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. ബംഗളൂരുവിലെ കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വേണ്ടി മൊബിലിറ്റി അസിസ്റ്റ് സംവിധാനം ആരംഭിച്ച
ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം. റെയിൽവേയെ ആസ്പദമാക്കി ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ നോവൽ പച്ച മഞ്ഞ ചുവപ്പ്. പച്ച മഞ്ഞ ചുവപ്പ് എന്ന നോവലാണ് റെയിൽവേയെ ആസ്പദമാക്കി ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ നോവൽ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റൈസ് ചെയ്ത ആദ്യ ജില്ല കാസർഗോഡ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റൈസ് ചെയ്ത ആദ്യ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ജപ്പാനിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി മിഷനായി നിയമിതനായത് ആരാണ്? സഹദേവ് യാദവ്. സഹദേവ് യാദവാണ് ജപ്പാനിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി മിഷനായി നിയമിതനായത്. കേരള സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ആവിഷ്കരിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രജ്വല. കേരള സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ആവിഷ്കരിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല. 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നുമാലിഘട്ട് റിഫൈനറി, അസം. നുമാലിഘട്ട് റിഫൈനറിയാണ് 2025 നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖല RT ഇന്ത്യ. മുമ്പ് റഷ്യ ടുഡേ എന്നറിയപ്പെട്ടിരുന്ന RT ഇന്ത്യ ആണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖല. 2025 ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പ് നേടിയത് ലാൻഡോ നോറിസ്. ലാൻഡോ നോറിസ് ആണ് 2025 ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പ് നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.